ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ശിവരാത്രി വ്ലോഗാണ് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, സ്വാഭാവികം. ഞങ്ങൾ എവിടെ പോകുമ്പോഴും ലേറ്റ് ആയിട്ടാട്ടോ പോകുന്നത്. അപ്പൊ റിനിമോളാണെങ്കിൽ ഒരു ചെറിയ ബാഗൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്, അതിൽ മൊത്തം കല്ലൊക്കെ നിറച്ചിട്ട് കൈ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ അമ്പലത്തിലേക്കാട്ടോ പോകുന്നത്, ശങ്കരനാരായണ ക്ഷേത്രം. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി. അധികം തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇവിടുന്നായിരുന്നു ഞങ്ങളെ കല്യാണം കഴിഞ്ഞത്. ഞങ്ങളെ കല്യാണത്തിന്റെ അന്ന് താലി കെട്ടുന്ന സമയത്ത് പടക്കം പൊട്ടിച്ചപ്പോ ഇവിടുത്തെ ഈ മലയൊക്കെ പാടെ കത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ ഓടി ബഹളവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വേനലില് ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിൽ നല്ല ചൂടെല്ലാം ഉണ്ടാവും. അപ്പം ഇലകളൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു, പുല്ലും കാര്യങ്ങളൊക്കെ. അപ്പൊ പടക്കം പൊട്ടിയ പാടന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് കത്തി. അങ്ങനെ ചെന്ന പാടന്നെ വഴിപാടിന് ഷീട്ടൊക്കെ ആക്കി ഞങ്ങൾ ഫുള്ളായിട്ട് തൊഴുത്. അധികം തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ, നല്ലപോലെ തന്നെ തൊഴുതിട്ടുണ്ടായിരുന്നേ. ഈ ശിവരാത്രി സമയത്ത് നല്ല തിരക്കല്ല ഉണ്ടാവും, ക്യൂ ഉണ്ടാവും. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം ക്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ റിനിമോക്കും മിത്തൂസിനും ബണ്ടാനം എവിടെ കണ്ടാലും പൈസ ഇടണം. ഇവരെ കൊണ്ട് പോകുമ്പോൾ കുറച്ച് ചില്ലറ പൈസ കയ്യിൽ വേണം കേട്ടോ. അപ്പൊ ഞങ്ങള് ഉപ്പുമാവ്, കാപ്പി, പഴം ഉണ്ടായിരുന്നു കേട്ടോ. ലേറ്റ് ആയതുകൊണ്ട് തന്നെ പഴമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കൈയൊക്കെ കഴുകി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. റിനിമോളുടെ ഡാൻസ് ഉണ്ട് കേട്ടോ ഈ അമ്പലത്തില്. ഇനി ഉച്ചത്തെ ഫുഡും ഇവിടെ നിന്നാണ്. ഇന്ന് പ്രത്യേകിച്ച് വീട്ടിലൊന്നും വെച്ചുണ്ടാക്കണ്ട, വെച്ചുണ്ടാക്കിയിട്ടില്ല, അമ്പലത്തിലുണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചുതരാനുണ്ടായിരുന്നു, തിരുമ്പാനുണ്ടായിരുന്നു, തുടയ്ക്കാനൊക്കെ. അതൊക്കെ കഴിച്ചു. പിന്നെ റിത്തൂസായിട്ട് എടുത്തിരുന്നു. പിന്നെ ഫോണും എല്ലാം കൈക്കലാക്കിട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മോളൂസും മീയും വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ഡ്രസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇവർ 3 പേരും വേറെ ഒരു അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞങ്ങൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാട്ടോ. മെറ്റീരിയൽ വാങ്ങി അടുപ്പിച്ചതാണ്. നമ്മുടെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ റിനിമോൾ ഒറ്റയ്ക്കായിട്ടാണ് കളിക്കുന്നത്. പിന്നെ സുനിതേൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഇവർ 3 പേരും കൂടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയായപ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഏട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കോഴിക്കോടൊക്കെ പോയി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നേരെ മുന്നിൽ സുനിതയും ഗിച്ചും മക്കളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അവിടെ എത്തിയപ്പം നല്ല ക്യൂ ഉണ്ടായിരുന്നേ. ഏട്ടൻ പറഞ്ഞ ലേറ്റ് ആയിട്ടല്ല നമ്മൾ പോണത്, ക്യൂ ഒന്നും ഉണ്ടാവില്ല എന്ന്. ഭാഗ്യവശാൽ കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ തന്നെ വാങ്ങിച്ചു കേട്ടോ, കമ്മിറ്റിയിലെ ചേച്ചിമാർ. ഏട്ടനും അച്ഛനും ഒക്കെ അവിടുന്ന് വഴി നിന്ന് ഞങ്ങൾ ചോറ് കഴിച്ച് കഴിയാറായപ്പോഴും അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചോറായിരുന്നേ. സാമ്പാറും അവിയലും പായസവും പപ്പടും ഒക്കെ നന്നായിട്ട് കഴിച്ച്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത്. ഞങ്ങളുടെ ഫ്രണ്ടിൽ പോകുന്നത് അച്ഛനും അമ്മയും കേട്ടോ. അങ്ങനെ നൈറ്റ് ആയപ്പം പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നൈറ്റ് ആയപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തിയ റിനിമോളുടെ ഡാൻസാണ്. കുട്ടി ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കളിക്കുന്നത്. ഇതുവരെ മോളൂസിനെയും മിയേൻ്റെയും ഋത്തുവിനെയും കൂടെ കളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കയറിയപ്പോൾ ആള് സ്റ്റെപ്പൊക്കെ മറന്നു പോയിട്ടുണ്ട്. എന്നാലും അവൾക്ക് അറിയാവുന്ന രീതിയിൽ അവൾ കളിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വരും. എൻ്റെ കുട്ടി എന്നാലും കരയേ നിൽക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ട്. അവിടെ ഏട്ടൻ താഴെ നിന്നിങ്ങനെ കളിച്ചും കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്ക് 2.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 2.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും അവളെ ഈ ഒരു പ്രായത്തിൽ കയറി കളിക്കുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ അവിടുന്ന് ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സമ്മാനം വാങ്ങാനൊന്നും നിന്നിട്ടില്ലായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ അടുത്തുള്ള എൻ്റെ ഇളേച്ചീൻ്റെ വീടിൻ്റെ അവിടെയുള്ള അമ്പലത്തിലേക്ക് പോയി. റിനിമോളാണെങ്കിൽ പാട്ട് കേട്ടാൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് കൂട്ടും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പം കൈക്കൊട്ടി കളിയൊക്കെ നടന്നുകൊണ്ട് കേട്ടോ. ഒരു ഡാൻസും കൂടെ കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഡാൻസ്. കുഞ്ഞു മക്കളായതുകൊണ്ട് വേഗം തന്നെ സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം റിനിമോളും നീയൊക്കെ ആണെങ്കിൽ സുനിതേൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ പോയിരിക്കുന്നുണ്ട്. ഞങ്ങൾ റെഡിയാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. ആ തിരക്കിൽ എടുക്കാനേ വിട്ടുപോയിട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ മാറ്റിച്ചത്. അങ്ങനെ കനകാമ്പരൊക്കെ ഞാനല്ല ഇളയച്ചി കെട്ടിയിട്ട് അതാണ് കേട്ടോ തലയിൽ വെച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അങ്ങനെ ഈ ഒരു ഡാൻസ് കൂടെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അവരുടെ ഡാൻസ്. ഇതിന് റിനിമോളാണെങ്കിൽ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അവൾക്ക് മോളൂസും മീയും ഒക്കെ വേണം തോന്നുന്നു കൂടെ കളിക്കാൻ. ഇനി ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറ്റി കളിപ്പിച്ച് ശീലാക്കണം. അങ്ങനെ ഇവിടെ വരെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നേ. കുറേ ആൾക്കാർ വന്നിട്ട് റിനിമോളെടുത്ത് നല്ല രസം ഉണ്ടായിരുന്നല്ലോ, ഓരൊക്കെ കുലുക്കി കളിച്ചത്, നല്ല കുട്ടിയായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ കുട്ടി അങ്ങനെ കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ
അതാകുമ്പം മോളൂസ് മീ ആണെങ്കിലും മീ അതിൻ്റെ ഇടയ്ക്ക് വീണു പോയിട്ടോ. ആ ഷോള് തട്ടിയിട്ട് 4 കുട്ടി എണീറ്റ് നിൽക്കാണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാളും നല്ലപോലെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ പോയത്. ഞങ്ങൾ ചായയും പുഴുക്കും ചോറും, ഞാൻ ചായയും പുഴുക്കും ചോറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കൂടെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് സുനിതേൻ്റെ അനിയത്തീൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടിട്ട് കൂടെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഡാൻസും കൂടെ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ റിത്തൂസിൻ്റെ റിനുമോക്കും കൂടെ ടോയ്സൊക്കെ കണ്ടിട്ടേ അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. മോളൂസും ഈ ആണെങ്കിൽ ഓരോന്നിനും ചൂണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ കൈക്കൊട്ടിക്കളി. സുനിതേൻ്റെ അനിയത്തിയാണ് ഫ്രണ്ടിൽ മെലിഞ്ഞത്. പിന്നെ മേമൻ്റെ മോള്, മേമന്മാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. സമ്മാനം അപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം അതും വാങ്ങിച്ച് ഇനി റിനുമോള് നേരത്തെ കളിച്ച ഡാൻസിന്റെ സമ്മാനം ഉണ്ട് കേട്ടോ. അത് പിന്നെ ഏട്ടൻ്റെ അമ്മ വാങ്ങിക്കും. ഏട്ടൻ്റെ അമ്മ അമ്പലത്തിലുണ്ട്. റിനുവിൻ്റെ സമ്മാനമാണ് കേട്ടോ അത്. ഇനി ഒരു സമ്മാനം കൂടെ ഉണ്ട് റിനുവിന് കിട്ടാൻ. വേറൊരു ഡേയ്സ് കളിച്ചതാണ് കേട്ടോ. അപ്പൊ ഞങ്ങളെ വീട് എത്രയേ ഉള്ളൂ പറയ്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, കമന്റ് ചെയ്യണം, പറയ്, കമന്റ് ചെയ്യണം, ടാറ്റ പറയ്. ഇത് ടാറ്റ കൊടുക്ക്, ഈ കാണുന്നില്ല, ടാറ്റ കൊടുക്ക്.